നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വയറുവേദന മാറുന്നില്ല, യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ, സ്വയം വയർ കീറിത്തുന്നിയ യുവാവ് ആശുപത്രിയിൽ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി, ശോഭനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് മഞ്ജു വാര്യർ. CPIM പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി തുറന്നുകൊടുക്കും. വോട്ടർ പട്ടിക ശുദ്ധീകരണം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. പരിസരവാസികൾക്ക് മഞ്ഞപ്പിത്തം, വടകരയിൽ ആശുപത്രി അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഡോക്ടറെ കാണിച്ചിട്ടും വയറുവേദന കലശലായതോടെ യൂട്യൂബ് നോക്കി സ്വയം ശസ്ത്രക്രിയ നടത്തി യുവാവ്. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് സംഭവം. ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് വേദന സഹിക്കാൻ സാധിക്കാതായതോടെ യുവാവിനെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. സുൻരാഗ് ഗ്രാമത്തിലെ 32-കാരൻ രാജബാബുവിനാണ് സ്വയം ശസ്ത്രക്രിയ നടത്തി പണി കിട്ടിയത്. കടുത്ത വയറുവേദന ഡോക്ടറെ കാണിച്ചിട്ടും മാറാതിരുന്നതിനെ തുടർന്നാണ് ബാബു ഈ കടുംകൈക്ക് മുതിർന്നത്. അപ്പൻഡിസൈറ്റിസ് ദീർഘകാലമായി ബാബുവിനെ അലട്ടുന്നുണ്ട്. 14 വയസ്സുള്ളപ്പോൾ അപ്പൻഡിസൈറ്റിസിന് ഇയാൾ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു. അടുത്തിടെയും ഇയാൾ വയറിന് കടുത്ത വേദന അനുഭവപ്പെട്ടു. ഇതോടെ യൂട്യൂബ് വീഡിയോകൾ നോക്കി മധുരയിലെ മാർക്കറ്റിൽ നിന്ന് ശസ്ത്രക്രിയക്ക് ആവശ്യമായ സർജിക്കൽ ബ്ലേഡ്, സൂചി, മുറിവ് തുന്നിക്കെട്ടാനുള്ള ചരട് എന്നിവ ഇയാൾ വാങ്ങി. വീട്ടിലെ മുറിയിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ. വയറിലെ കീറേണ്ട ഭാഗത്ത് മരവിപ്പ് അനുഭവപ്പെടാനുള്ള കുത്തിവയ്പും സ്വയം എടുത്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവ് സ്വയം തുന്നിക്കെട്ടി. 11 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. മരവിപ്പിനെടുത്ത കുത്തിവയ്പിന്റെ ഫലം കുറഞ്ഞപ്പോഴാണ് ബാബു വിവരമറിയുന്നത്. കടുത്ത വേദന കൊണ്ട് പുളഞ്ഞ് നിലവിളിച്ച ഇയാളെ ഒടുവിൽ ബന്ധുക്കൾ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. അവിടെ ചികിത്സയിലാണ് ഇയാൾ ഇപ്പോൾ. പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 23-ന് മുഖ്യമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPMന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നിലവിലെ ആസ്ഥാന മന്ദിരമായ AKG സെന്ററിന്റെ പേര് തന്നെയാണ് പുതിയ മന്ദിരത്തിന് നൽകുക. തിരുവനന്തപുരത്തെ ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ നിലവിലെ AKG സെന്ററിന് സമീപം പാർട്ടി വാങ്ങിയ 32 സെന്റ് സ്ഥലത്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത്. നഗരസഭ, അഗ്നിരക്ഷാസേന, മലിനീകരണ നിയന്ത്രണ ബോർഡ്, എയർപോർട്ട് അതോറിറ്റി, മൈനിങ് ആൻഡ് ജിയോളജി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ ആവശ്യമായ എല്ലാ അനുമതികളും വാങ്ങിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ദിരത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ തരത്തിലാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം. വാർത്താ സമ്മേളനത്തിനുള്ള ഹാൾ, സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, യോഗം ചേരാനുള്ള സൗകര്യം, സെക്രട്ടേറിയറ്റിന്റെ പ്രത്യേക മുറികൾ, ഹാളുകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാമുള്ള ഓഫീസ് മുറികൾ, PB അംഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ പുതിയ ആസ്ഥാന മന്ദിരത്തിലുണ്ടാകും. പരിമിതമായ താമസ സൗകര്യവും മന്ദിരത്തിൽ സജ്ജീകരിക്കും. 9 നിലകളാണ് പുതിയ AKG സെന്ററിനുള്ളത്. ഇതിനു പുറമെ വാഹന പാർക്കിങ്ങിനായി 2 ഭൂഗർഭ നിലയങ്ങൾ വേറെയുമുണ്ട്. പ്രമുഖ വാസ്തുശില്പി N മഹേഷാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന. ടെക്നോ പാർക്ക് ഫേസ് 3, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്ത അയ്യർ ആൻഡ് മഹേഷിന്റെ ഉടമയും പ്രധാന ആർക്കിടെക്റ്റുമാണ് മഹേഷ്. 2022 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുതിയ AKG സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അണയാത്ത നാളങ്ങളെ, ഇടറാത്ത ഈണങ്ങളെ, ഉയരുന്ന മേഘങ്ങളെ, വിരിയുന്ന വർണ്ണങ്ങളെ, പുതിയ കാലത്തിന്നു പൊരുതാൻ കിനാതരും പോയ കാലത്തിന്റെ താരങ്ങളെ, നിങ്ങൾ കൊളുത്തുന്ന പന്തങ്ങളിൽ വന്നു പെരുകി പെരുക്കുന്ന പുതുപൂക്കളെ. കൈതപ്രം കൊലപാതകം, പ്രതി ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി. കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി. മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. വിറകുപുരിൽ നിന്നാണ് തോക്ക് ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് പരിയാരം കൈതപ്രത്ത് കല്യാട് സ്വദേശി രാമകൃഷ്ണൻ 49 വെടിയേറ്റ് മരിച്ചത്. സന്തോഷ് എന്നയാളാണ് വെടിവെച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ രാധാകൃഷ്ണനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും സന്തോഷിനെ പിടികൂടുകയുമായിരുന്നു. പ്രതി സന്തോഷ് കൊല നടന്നതിനു തൊട്ടു മുൻപ് തോക്ക് പിടിച്ചുള്ള ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. 4:15 ഇയാൾ ചിത്രം പങ്കുവച്ചത്.
കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്. കൊള്ളുമെന്നത് ഉറപ്പു എന്നായിരുന്നു സന്തോഷ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ. ഇതോടെ ആസൂത്രിതമായാണ് കൊല നടത്തിയതെന്ന് വ്യക്തമാക്കുന്നത്. കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഗുഡ്സ് ഡ്രൈവറാണ്. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ നടി ശോഭനയ്ക്ക് ഇന്ന് 55ാം പിറന്നാൾ. നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലൂടെ ശോഭനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു. ശോഭനയ്ക്കൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഷെയർ ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി, ലവ് 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 എന്ന് കുറിച്ചുകൊണ്ട് ശോഭനയെ മെൻഷൻ ചെയ്താണ് താരം ആശംസ നേർന്നത്. മഞ്ജു വാര്യരുടെ സ്റ്റോറി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്യാൻ ശോഭന മറന്നില്ല. ഹൗ സ്വീറ്റ് എന്ന് കുറിച്ചുകൊണ്ടാണ് മഞ്ജുവിന്റെ ആശംസാ ചിത്രം ശോഭന റീഷെയർ ചെയ്തത്. ശോഭന മോഹൻലാൽ ജോഡി ഒന്നിക്കുന്നു തുടരും എന്ന ചിത്രമാണ് ശോഭനയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ക്രൂവും ശോഭനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. വീടുകളിലെ കിണറുകളിൽ അമോണിയയും കോളിഫോം ബാക്ടീരിയയും നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വടകരയിൽ CM ആശുപത്രിയിൽ അടച്ചുപൂട്ടാൻ വടകര നഗരസഭ ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകി. ആശുപത്രിക്ക് ചുറ്റുമുള്ള 15ഓളം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. വീട്ടുകാർ കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് അമോണിയത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നതായും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയത്. കുടുംബങ്ങൾ നഗരസഭയ്ക്ക് നൽകിയ പരാതിയിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ മലിനീകരണ പ്ലാന്റിൽ നിന്നും പൈപ്പ് വഴി മലിനജലം ഒഴുകുന്നതായി കണ്ടെത്തി. ആശുപത്രിയുടെ മുൻവശത്തുള്ള ഫാർമസിയുടെ മുമ്പിൽ സ്ലാബിട്ട് ടൈൽ പാകിയതിനുള്ളിൽ ഒരു കിണർ കണ്ടെത്തിയിരുന്നു. കിണറിലെ വെള്ളം ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ രോഗികളെ മാറ്റി മതിയായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുവാനാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതുവരെ മാലിന്യം നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രി അധികൃതർ ചർച്ചാ പരിശോധന നിർവഹിച്ചിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്ത് പരിശോധന നടത്തുകയുണ്ടായി. റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ വകുപ്പ് അറിയിച്ചു. പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ കൂൾ റൂഫ് ഊർജ്ജ സംരക്ഷണ ക്ലാസും LED ബൾബ് നിർമ്മാണ പരിശീലനവും നടന്നു. പ്രിൻസിപ്പൽ K രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എനർജി മാനേജ്മെന്റ് റിസോഴ്സ് പേഴ്സൺ PK ബൈജു ക്ലാസ് എടുത്തു. T ഗോപാലൻ, CC തൃഷ്ണ എന്നിവർ സംസാരിച്ചു. ബാഗ്ലെസ് ഡേയുടെ ഭാഗമായി നടന്ന LED ബൾബ് നിർമ്മാണ പരിശീലനത്തിൽ മലബാർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ C വിജിന, വിഘ്നേഷ്, ആശ്രിത് എന്നിവർ ക്ലാസ് എടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ 22-നും 23-നും തദ്ദേശ സ്ഥാപനങ്ങളിൽ ശുചീകരണ യജ്ഞം. സമ്പൂർണ്ണ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മാർച്ച് 22, 23 തീയതികളിലും 24-ന് കലക്ട്രേറ്റിലും ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കലക്ട്രേറ്റിൽ ചേർന്ന ജില്ലാ നിർവഹണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ശുചിത്വ ടൗണുകളായും ഹരിത ഇടങ്ങളായും പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധന ശക്തമാക്കും. പരിശോധനയിൽ വാർഡ് തല സമിതികളെയും പഞ്ചായത്ത് അധികൃതരെയും ഉൾപ്പെടുത്തും. ജില്ലയിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലും ടൗണുകളിലും മാലിന്യ സംസ്കരണത്തിന് ബിന്നുകൾ സ്ഥാപിക്കണമെന്ന് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഹരിത പ്രഖ്യാപനം നടത്തിയ അയൽക്കൂട്ടം, വിദ്യാലയങ്ങൾ, കോളേജുകൾ, ടൂറിസം മേഖലകൾ, ടൗണുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ യോഗം വിലയിരുത്തി. ഹരിത പ്രഖ്യാപനം നടത്താത്ത സ്ഥാപനങ്ങളിലും ഇടങ്ങളിലും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ യോഗം നിർദ്ദേശിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ കണ്ണൂർ ജില്ലാതല പ്രഖ്യാപനം ഏപ്രിൽ 5-ന് നടത്തും. പരിപാടിയുടെ നടത്തിപ്പിനായി മാർച്ച് 26-ന് സംഘാടക സമിതി രൂപീകരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷയായിരുന്നു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാകാൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഒരുങ്ങി. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാവുകയാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. മാർച്ച് 22-ന് വൈകിട്ട് 4-ന് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ ഹരിത റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിക്കും. റെയിൽവേ സ്റ്റേഷൻ ശുചിത്വപൂർണ്ണമായി സൂക്ഷിക്കുന്നതിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അജൈവ മാലിന്യ ശേഖരണത്തിനും സംഭരണത്തിനായി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേക റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാസത്തിൽ 2 തവണ ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
ബോട്ടിലുകൾ ശേഖരിക്കാൻ ബോട്ടിൽ ബൂത്തുകളും പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക്കും മറ്റും നിക്ഷേപിക്കാൻ ഒന്നിടവിട്ട സ്ഥലങ്ങളിലായി ബിന്നുകളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. കണ്ണപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറികൾ വളരെ വൃത്തിയോടെ സൂക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഷന്റെ സൗന്ദര്യവൽക്കരണത്തിനായും ഒട്ടേറെ കാര്യങ്ങൾ റെയിൽവേ അധികൃതർ ഒരുക്കി. ലഭ്യമായ സ്ഥലത്തെല്ലാം ചെറിയ പൂന്തോട്ടവും ചെടിച്ചട്ടികളും വെച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദിവസേന വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക ശുചീകരണ തൊഴിലാളികളെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കുള്ള കുടിവെള്ള സൗകര്യവുമുണ്ട്. ദ്രവമാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. മറ്റു റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ള അനുകരണീയമായ മാതൃകയാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. അന്താരാഷ്ട്ര വനദിനാചരണത്തിൽ വിദ്യാവനം ഒരുങ്ങി. അന്താരാഷ്ട്ര വനദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോമ്പൗണ്ടിൽ വിദ്യാവനം ഒരുങ്ങി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വിവിധ മേഖലകളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു വരുന്ന വ്യക്തികളെ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ഉപഹാരം നൽകി ആദരിച്ചു. കണ്ണൂർ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ജോസ് മാത്യു തെയ്യം കലാകാരന്മാർക്ക് വാദ്യോപകരണം വിതരണം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം കോഴിക്കോട് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാർ, ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രമോദ് ചാത്തപ്പള്ളി, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അനീഷ്, ഫാക്കൽറ്റി ഇൻചാർജ് ഭൂമിത്ര സേന, അനീഷ് കുമാർ, അമൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും ബൂത്ത് ലെവൽ ഏജന്റ്, ബൂത്ത് ലെവൽ ഓഫീസർ തല യോഗം പൂർത്തിയായതായി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിനി അറിയിച്ചു. അതുപ്രകാരം മരണപ്പെട്ടവർ, സ്ഥിരമായി താമസം മാറിയവർ, കാണാതായവർ എന്നിവരെ കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടർ പ്രക്രിയ ആയതിനാൽ തുടർന്നും നടക്കുന്ന BLA, BLO തല യോഗങ്ങളിൽ സഹകരണം വേണം. കലക്ടറേറ്റ് ചേംബർ ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു.